ബിലാസ്പൂരിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 6 പേർ മരിച്ചുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ചരക്കുവണ്ടിയും മെമു ട്രെയിനും കൂട്ടിയിടിക്കുകയായിരുന്നു. സായ്കുമാർ ഉണ്ട് നമുക്കൊപ്പം. സായ്കുമാർ, എങ്ങനെയാണ് ഈ ട്രെയിനുകൾ കൂട്ടിയിടിച്ചത്? സുജയ, ഇപ്പോൾ റെയിൽവേ പുറത്തുവിടുന്ന വിവരപ്രകാരം ഒരു അപകടം നടന്നിട്ടുണ്ട്. ഇപ്പോൾ 6 പേർ ഈ അപകടത്തിൽ മരിച്ചു എന്നുള്ള ഒരു വിവരമാണ് വരുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് വലിയ ഒരു അപകടത്തിലേക്ക് പോകും എന്ന രീതിയിൽ തന്നെയാണ് മനസ്സിലാകുന്നത്. ഒരു പാസഞ്ചർ ട്രെയിൻ ചരക്ക് ട്രെയിനുമായി നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരേ ദിശയിൽ വരികയും നേർക്കുനേർ കൂട്ടിയിടിക്കുകയുമായിരുന്നു. ഈ ചരക്ക് ട്രെയിനിൻ്റെ പിറകിൽ ഈ പാസഞ്ചർ ട്രെയിൻ ഇടിച്ച് അതിൻ്റെ ബോഗിയുടെ മുകളിലേക്ക് ഈ ട്രെയിൻ നിൽക്കുന്ന ദാരുണമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ദേശീയ മാധ്യമങ്ങളിലടക്കം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 6 പേർ ഇതിനോടകം മരിച്ചു എന്നുള്ളൊരു വിവരമാണ് ഉള്ളത്. റെയിൽവേ അറിയിപ്പ് പ്രകാരം രക്ഷാപ്രവർത്തകരുടെ ഒരു വലിയ സംഘത്തെ തന്നെ ഈ ഭാഗത്തേക്ക് അയച്ചിട്ടുണ്ട് എന്നും പറയുന്നു. നിരവധി കോച്ചുകൾ പാളം തെറ്റിയതായി കാണാം. നിലവിൽ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരും അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വരും സമയങ്ങളിൽ മാത്രമേ മനസ്സിലാവൂ. സുജയ, ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് വലിയ അപകടം തന്നെയാണ്. ഇത് ഒരേ ദിശയിൽ തന്നെ വന്ന 2 ട്രെയിനുകൾ പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നു. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിലെ ലാൽഘാദിന് സമീപമാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. അല്പം മുമ്പാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. റെയിൽവേ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നടത്തുന്നുണ്ട്. കൂടുതൽ അപ്ഡേഷൻ ഉടൻ തന്നെ നൽകാം എന്നാണ് റെയിൽവേയുടെയും എക്സ് അക്കൗണ്ടുകളടക്കം പറയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തകരുടെ ഒരു വലിയ സംഘം തന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സുജയ, ഓക്കെ, ബിലാസ്പൂരിൽ ഇപ്പോൾ ഈ പാസഞ്ചർ ട്രെയിനാണ്, മെമു ആണ് ഇപ്പോൾ കൂട്ടിയിടിച്ചിരിക്കുന്നത്. അതിൽ ഇടിച്ച ബോഗിയിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? സുജയ്, ഇപ്പോൾ ലോക്കോ പൈലറ്റ് അടക്കം ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ സഹപ്രവർത്തകർ ഈ ലോക്കോ പൈലറ്റിനെ തിരിച്ചറിഞ്ഞു എന്ന രീതിയിൽ ചില വിവരങ്ങൾ വരുന്നുണ്ട്. പാസഞ്ചർ ട്രെയിനാണ്, സ്വാഭാവികമായും നല്ല ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ നിരവധി ബോഗികൾ ഇതിൽ പാളം തെറ്റിയിട്ടുണ്ട്. അതിലെ മുൻഭാഗത്തെ ബോഗികളടക്കം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ചരക്ക് ട്രെയിനിൻ്റെ ബോഗിയുടെ മുകളിലേക്കടക്കം അത് ആ ഇടിയുടെ ആഘാതത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻഭാഗത്തുണ്ടായിരുന്ന ആളുകളാണ് കൂടുതൽ ആഘാതമുണ്ടായിട്ടുള്ളത്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. ഇപ്പോൾ ഈ മെമു ട്രെയിനിൽ ആദ്യ ബോഗിയിൽ ഉണ്ടായിരുന്ന ആളുകൾ അതിൽ പലരും അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. എന്തായാലും ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് ഈ അപകടം ഉണ്ടായത്. ചരക്ക് തീവണ്ടിയും മെമു പാസഞ്ചർ തീവണ്ടിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സായ്കുമാർ വിവരങ്ങൾ ശേഖരിക്കും. നമുക്ക് ആ വാർത്തയിലേക്ക് വീണ്ടും എത്താം.